രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആയുധമാക്കാൻ ആഗ്രഹിച്ച അതിനൊത്ത് പണിയെടുത്തവർക്ക് കിട്ടിയ മറുപടി, ജനങ്ങൾ കൊടുത്ത, പബ്ലിക് കൊടുത്ത, ഓരോ വ്യക്തിയും കൊടുത്ത മറുപടി തീർച്ചയായിട്ടും ആ വിഷയം അനാവശ്യമായി കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ UDFിലെ നട്ടലുള്ളൊരു വനിതാ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ശ്രീനാദേവി കുഞ്ഞമ്മ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം. കാരണം ഇവരുടെ നിലപാടും ഇവരെ ഒരു കാഴ്ചപ്പാടും ഇവർ സംസാരിക്കുന്ന ആ ഒരു ക്ലാരിറ്റിയും എടുക്കുന്ന വിഷയത്തിലെടുക്കുന്ന ആ ഒരു നിലപാടിനെയൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണം. എത്ര ആളുകളുണ്ടെന്ന് അറിയാനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇഷ്ടമുള്ള ആളുകൾ. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത്, അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയത്തിൽ റിനി രാഹുലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് വരുന്നു. അതിനുശേഷം റിനി മാധ്യമങ്ങളിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് തനിക്കൊരു ദുരനുഭവം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. പക്ഷേ റിനി പരാതിയും കൊടുത്തിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും എവിടെയും പറഞ്ഞിട്ടുമില്ല ഇതുവരെയും, ഈ നിമിഷം വരെയും. അപ്പോൾ ആ ഒരു സമയത്ത് റിനിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. റിനിയുടെ ഒരു ചാറ്റ്, റിനി രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രി 12:30 സീക്രട്ട് ചാറ്റിൽ വിളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമൊക്കെ ശ്രീനാദേവി കുഞ്ഞമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം പിന്നെ റിനിയെ നമ്മൾ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. തൻ്റെ നിലപാടുകളൊക്കെ, അതുമാത്രമല്ല എല്ലാ വിഷയത്തിലും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു നിലപാട്, അതാണ് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. എടുക്കുന്ന വിഷയം നല്ല വീക്ഷണമായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി അത് എന്ത് പക്വതയോട് കൂടിയായിട്ടാണ് സംസാരിക്കുന്നത് ഇവരല്ലേ. അപ്പം എനിക്കൊന്ന് ഫ്യൂച്ചറിൽ ഒരു മന്ത്രി വരെ ആവാനുള്ളൊരു കേപ്പബിലിറ്റി ഉള്ളൊരു വനിതാ നേതാവ് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു വെക്കാം. പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, എന്തായാലും ഒന്ന് കണ്ടു നോക്കേ. ഓക്കെ, ഇനി ആ സമയങ്ങളിലൊക്കെ ഒരു ചർച്ചയായ വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. താങ്കൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിരുന്നു. ഇത് ഒരു ഇടതുപക്ഷം ഒരു വലിയ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇതെങ്ങും പ്രതിഫലിച്ചില്ല എന്ന് തോന്നിയോ? ശരിക്കും ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഒരുപാട് തവണ പ്രതികരിച്ച ഒരു വിഷയമാണ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇനിയും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അന്നെടുത്ത നിലപാട് തന്നെയാണ് ഈ നിമിഷവും ഇനി അങ്ങോട്ടും. ആ നിലപാടിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല, മാറുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വിഷയം ഒഴിവാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത്തരത്തിലുള്ളൊരു വിഷയം റിഫ്ലക്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എവിടെയാണ് റിഫ്ലക്റ്റ് ചെയ്തത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വലിയ രീതിയിൽ ആ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മുന്നിലുണ്ടായിരുന്നു. വലിയ പ്രചരണ ആയുധമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ഒരുപാട് സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യാൻ വരെ അത് ഉപയോഗിച്ചിരുന്നു. തേജോവധം ചെയ്യുന്ന ശൈലിയിൽ അത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആയുധമാക്കാൻ ആഗ്രഹിച്ച അതിനൊത്ത് പണിയെടുത്തവർക്ക് കിട്ടിയ മറുപടി, ജനങ്ങൾ കൊടുത്ത, പബ്ലിക് കൊടുത്ത, ഓരോ വ്യക്തിയും കൊടുത്ത മറുപടി തീർച്ചയായിട്ടും ആ വിഷയം അനാവശ്യമായി കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ആ വിഷയം എടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം അത്ര ഉത്സാഹം കാട്ടിയിട്ടില്ല. ഉത്സാഹം കാട്ടിയാൽ അതിനിരട്ടി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നു. പക്ഷേ കഴിഞ്ഞ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസം 2025 ജൂലൈ ഓഗസ്റ്റ് മാസം തൊട്ട് ആ വിഷയത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊക്കെയും അങ്ങേയറ്റം ആവശ്യമില്ലാത്ത ശൈലിയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പബ്ലിക് അതിനെ കൃത്യമായിട്ട് വിലയിരുത്തി. ഓരോ വ്യക്തിക്കും അതിൻ്റെ വിഷയത്തിൽ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ തന്നെയാണ് വോട്ടായി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ UDFിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് നിങ്ങൾ സ്വീകരിച്ച വഴികളും മാർഗ്ഗങ്ങളും എല്ലാം തെറ്റായിരുന്നുവെന്ന് ഈ തിരഞ്ഞെടുപ്പിലൂടെ അടുത്ത സമയത്ത് തന്നെ ഒരു ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്ത ഒരു വിഷയത്തിന് ഡിസംബറിലും നെക്സ്റ്റ് ഏപ്രിലുമായിട്ട് മറുപടി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എടുത്ത നിലപാടുകളുള്ള തെറ്റ് എത്രത്തോളം വലുതായിരുന്നു. അതെ, കറക്റ്റ് കാര്യം തന്നെയല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. പറയുന്ന വിഷയങ്ങളിൽ എടുക്കുന്ന ഒരു പക്വതയും സംസാരിക്കുന്ന രീതിയും ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരും. അതൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇലക്ഷൻ്റെ സമയത്ത് രാഹുലിൻ്റെ കേസ് കൊണ്ടിട്ടിട്ട് അവർ രാഹുലിൻ്റെ ആ ഒരു കേസിൽ പെടുത്തി അതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. എടുക്കേണ്ട രീതി തെറ്റായിപ്പോയി. കാരണം അവർക്ക് തന്നെ അത് തിരിച്ചടിയായിപ്പോയി അല്ലേ. രാഹുൽ എന്നൊരു വ്യക്തിയെ കൊണ്ട് ഇതിലോട്ട് ഇട്ടിട്ട് കാണാം. ജനങ്ങളുടെ പിന്തുണ ഏറ്റവും ഉള്ളൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം അല്ലേ. ഈ ഒരു പ്രസ്ഥാനത്തിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു
മന്ത്രിമാർക്ക് പോലും ഇല്ലാത്തൊരു പിന്തുണയാണ് ഒരു MLAക്ക് കിട്ടിയത്. അപ്പോൾ രാഹുലിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വിഷയം ആളിക്കത്തും, ജനശ്രദ്ധ നേടും, അത് ഇലക്ഷനിൽ വൻ തിരിച്ചടിയാവും UDFന് എന്നൊക്കെ വിചാരിച്ചിട്ട് പല രീതിയിലും അയാളെ മാനസികമായിട്ടും ഫാമിലി പരമായിട്ടെല്ലാം അറ്റാക്ക് ചെയ്ത് മാക്സിമം എത്രത്തോളം അറ്റാക്ക് ചെയ്യാവോ അത്ര അതിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ ആക്രമിച്ചു, അയാളെ അപമാനിച്ചു. എന്തിനു പറയുന്നു, ജയിലിൽ വരെ എത്രയോ ദിവസം, അത് 17-20 ദിവസം ജയിലിൽ വരെ പിടിച്ചിടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ, അധികാരം കഴിക്കുന്ന ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയ നെറികേടാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾ അതിനൊക്കെ ഉള്ള തിരിച്ചടിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതാണ് 102 സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വന്നത്. അതാണ് ശ്രീനാദേവി കുഞ്ഞമ്മയും പറഞ്ഞത്, എടുത്ത നിലപാട്, എടുത്ത വഴികൾ, അവരെടുത്ത വഴികൾ അത് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ UDFന് അല്ലേ. രാഹുൽ എന്നൊരു വ്യക്തിയെ എങ്ങനെയൊക്കെ തകർക്കാവോ അങ്ങനെയൊക്കെ തകർക്കണം, അതുവഴി UDFനെ തകർക്കണം എന്നൊക്കെ വിചാരിച്ചെടുത്ത വഴികൾ, പോംവഴികൾ, അത് തെറ്റായിപ്പോയെന്നാണ് ഇവർ പറയുന്നത്. ഇനി അടുത്തൊരു വീഡിയോ കൂടെ വെച്ചിട്ട് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. പ്രവർത്തനമാണോ അതോ ഒരു പിണറായി വിരുദ്ധതയാണോ അതോ UDF തരം എന്താണ് ചേച്ചിയുടെ ഒരു വിലയിരുത്തൽ? എന്തുകൊണ്ട് ഇത്രയും സീറ്റിൽ UDF വന്നു? തീർച്ചയായിട്ടും അത് ടീം UDF എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ആ ഒരു ഒറ്റക്കെട്ടായിട്ട് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രശ്നങ്ങളും കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. ഓരോ വിഷയവും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഉന്നയിക്കുന്നതിൽ നമ്മൾ വിജയമായിരുന്നു. കാരണം ആ വിഷയങ്ങൾ കൃത്യമായി ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച എല്ലാ വിഷയവും പ്രതിപക്ഷം ചർച്ച ചെയ്തു. അത് തന്നെ ഉറപ്പായിട്ടും ജനങ്ങളുടെ പക്കൽ നിന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാകുവാനും മാത്രവുമല്ല ഐക്യജനാധിപത്യ മുന്നണിയുടെ ആ ഇടപെടലുകളെ അംഗീകരിക്കുവാനും പൊതുജനം തയ്യാറായി. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെട്ടു, ആ വിഷയങ്ങളിൽ ചർച്ചകളുണ്ടായി. ആ ചർച്ചകൾക്ക് മേൽ ഉത്തരം മുട്ടുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഇതേ ചോദ്യങ്ങളുമായിട്ടിരുന്ന ജനങ്ങളുടെ മുൻപിലേക്ക് മാധ്യമങ്ങളിലൂടെ കൊണ്ടുവരുവാനും നമുക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. നമ്മൾ ടീം UDF എന്നുള്ള നിലയിലുള്ള കൂട്ടായ കരുത്തുറ്റ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനം പൊളിറ്റിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ ഒരു പ്രതിപക്ഷം എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും പാർട്ടിയും അതുപോലെ തന്നെ മുന്നണിയും അതുപോലെ തന്നെ ഏറ്റെടുത്തു. അതിനെ തുടർന്നുണ്ടായ ആ ഒരു മൂവ്മെൻറ്റ് തന്നെ ഉറപ്പായിട്ടും ജനങ്ങളുടെ വികാരത്തെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നു. അപ്പോൾ അതുണ്ട് ഉറപ്പായിട്ടും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള അത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഇപ്പം തന്നെ നമ്മൾ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ക്യാമ്പയിൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ശക്തരായി തിരിച്ചു വരും. കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീതി തോന്നുന്നില്ലേ? ആ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത്, എത്രയൊക്കെ അഴിമതികളാണ് ചെയ്യാൻ പോകുന്നത്. ശബരിമല വിഷയമൊക്കെ യാതൊരു മടിയുമില്ലാതെ ശബരിമലയെക്കുറിച്ചൊരു വാക്ക് പറയാൻ, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും അവസാനം ചില വിഷയങ്ങളിലൊക്കെ ചില കേസുകളിലൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങാനുള്ളൊരു വ്യഗ്രതയൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ് കാണിച്ചു. ശബരിമല വിഷയത്തിലോ ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചിട്ടാണ് ഗവൺമെൻറ് ഇറങ്ങുന്നത്? ആ വിഷയത്തിൽ എടുക്കേണ്ട ഏതെങ്കിലും നിലപാട്, ശരിയായ നിലപാട് ജനങ്ങൾക്ക് വേണ്ടിയോ ആ ക്ഷേത്രത്തിന് വേണ്ടിയോ വിശ്വാസികൾക്ക് വേണ്ടിയോ സർവോപരി വിശ്വാസിയോ അവിശ്വാസിയോ ആർക്കോ ആകട്ടെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ എടുക്കേണ്ട ഏതെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാത്തവരാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ അയ്യോ പേടിപ്പിക്കലെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അവരോട് പറയാനുള്ളത്. ഉറപ്പായിട്ടും ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു ഗവൺമെൻറ്റായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് തിരിച്ചു വരരുത് എന്ന് എല്ലാ സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു. എന്താല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യങ്ങളല്ലേ? പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ 101% കറക്റ്റ് കാര്യങ്ങളാണ്. എല്ലാം വീക്ഷിച്ച് നല്ല പക്വതയോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതുപോലുള്ള ആളുകൾ, ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള ആളുകളൊക്കെയാണ് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകളെയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആവശ്യം അല്ലേ. ഇതുപോലുള്ള ഓരോ വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അത് നല്ല വീക്ഷിച്ച് അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാനും അതിനെതിരെ സംസാരിക്കാനും ഒക്കെ ഇതുപോലുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. അതിനൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്കെതിരെ വന്നൊരു ആരോപണത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എടുത്തേക്കുന്ന ഒരു നിലപാടും എടുത്തേക്കുന്ന ഒരു സ്റ്റാൻഡും ഇപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് പുള്ളിക്കാരി മാറിപ്പോയിട്ടില്ല. ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ളതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കാരണവശാലും നീ പുറത്ത് മാറ്റി നിർത്താൻ അത് സാധിക്കുന്നൊരു കാര്യമല്ല. കാരണം അയാളെ മേലിൽ, അല്ലെ ആ രാഹുൽ എന്നൊരു വ്യക്തിയുടെ മേലിൽ
കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനിയും UDF പ്രസ്ഥാനം രാഹുൽ എന്നൊരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം. ഈ പറഞ്ഞിട്ടുള്ള അയാളുടെ മേലിൽ വന്നേക്കുന്ന ആരോപണങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കി അത് UDF പാർട്ടി തിരിച്ച് എടുക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. രാഹുൽ എന്നൊരു വ്യക്തി ഈ പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ള ഒരുപാട് സംഭാവനകളുണ്ട്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയും പറഞ്ഞിട്ടുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാത്രം വിജയമല്ല, ടീം UDF ഒരാൾ മാത്രമല്ല, എല്ലാവരും കൂടെ ചേർന്ന് നേടിയെടുത്തൊരു വിജയമാണ്. ടീമായിട്ട് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നേടിയെടുത്തൊരു വിജയമാണ്. അപ്പം എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു ക്രെഡിറ്റ് ഉണ്ട്. ആരെയും അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം വരുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള പച്ച കുത്തി മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ക്രൂശിച്ച് പുറത്ത് ചാടി എടുത്ത് കളയാനോ അതൊക്കെ ഒരു നല്ലൊരു കാര്യമല്ല. കാരണം തെറ്റ് തിരുത്തി അയാളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം രാഹുൽ എന്നൊരു വ്യക്തിയായി ഒരു പ്രസ്ഥാനത്തിന് ആവശ്യം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നിലപാടുകളൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.